ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫിഫയാണ്. നമ്മൾ ഹാൾ ഓഫ് ലൈൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്കിൽ ഗെയിം ആയും കളിച്ച് നോക്കാം. ഞാനിത് കുറേ കളിച്ചിട്ടുണ്ട്, അത് ലോഡാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ അടിക്കണം. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരുടെ അടുത്തോട്ടും കൊണ്ടുപോകണം. ആദ്യമായിട്ട് തുടങ്ങുന്നൊരു ചാനലാണ്. ആദ്യത്തെ തന്നെ ഷൂട്ട് ചെയ്യുക. VS അറ്റാക്ക് കാണിക്കുന്ന കൂട്ടാണിത്. തൊട്ടടുത്ത് വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് 4 അറ്റംപ്റ്റ്സ് ഉണ്ട്. 2 അറ്റംപ്റ്റ്സ് കഴിയുവാണെങ്കിൽ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ജയിക്കാം. അതിന് റിവാർഡായിട്ട് നമുക്കാണെങ്കിൽ ലെജൻഡ് പോയിൻ്റ് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഡെയിലി ക്വസ്റ്റ്യൻ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് റിവാർഡ്സൊക്കെ കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ സ്കിൽ ഗെയിം നമുക്ക് അതും കളിക്കാം. ഇപ്പം കുറച്ച് ദിവസമായി ഞാൻ ഫിഫ തുടങ്ങിയിട്ട്, ഏതാണ്ട് ഒരു 2 ആഴ്ചയെങ്കിലും ആയി കാണും. കളിച്ച് വരുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ഫ്രീ കിക്ക് അടിക്കുന്ന കൂട്ടത്തെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ എത്ര സ്പീഡിൽ സ്വൈപ്പ് ചെയ്യുന്നോ അത്രയും ഷോട്ടിലാണ് അത് പോകുന്നത്. ചിലപ്പം കുറേ ആണെങ്കിൽ ചിലപ്പോൾ അത് ഗോൾ പോസ്റ്റിൻ്റെ വെളിയിലും പോകാവുന്നതാണ്. അതിപ്പോൾ ഇതിൻ്റെ മിസ്സായ കൂട്ട് ഈ അടിച്ചെടുത്ത് തന്നെ പിന്നെ ഇത് ചിലപ്പോൾ മിസ്സാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് 7 അറ്റംപ്റ്റ്സ് ഉണ്ട്. ഒരു 4 അറ്റംപ്റ്റ്സ് ഒക്കെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെജൻഡ് പോയിൻ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ലെജൻഡ് പോയിൻ്റ് കളക്ട് ചെയ്യാം. ഇത് ലോഡാവട്ടെ. ഓക്കെ, നമുക്ക് ഇത്ര ലെജൻഡ് പോയിൻ്റ് കിട്ടി. ഇനി അടുത്തത് മാച്ചാണ്. സെക്കൻഡ് ഹാഫ് മുതലാണ് എൻ്റെ കളി വന്നത്. ഐക്കൺ ക്രോണിക്കിൾസും അങ്ങനെ കുറേ സംഭവമുണ്ട്. മിസ്റ്ററി സൈനിങ്സ്, അത് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം നമ്മൾ ഹാൾ ഓഫ് ലൈൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ടീം ഇപ്പോൾ 95 ഓവർ മാത്രമാണ്. ബെല്ലിംഗാമും ക്രെസ്പോയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ കളി കഴിഞ്ഞിട്ട് പറയാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ST ആയിട്ടുള്ളത് കവാനിയാണ്. LW ആയിട്ട് ക്രെസ്പോയാണ്. പക്ഷെ അവൻ ST ആണ്. പക്ഷെ ക്രെസ്പോയെ LW പിടിച്ച് വെച്ചേക്കുവാണ് ഓട്ടോ ബിൽഡ് ചെയ്തപ്പം. പിന്നെ എൻ്റെ കയ്യിൽ RW ആയിട്ടുള്ള ബെസ്റ്റാണ്. ഈ കവാനിയും ബെസ്റ്റും ഹാൾ ഓഫ് ലൈൻസിൽ ഉള്ളതാണ്. ഇത്തരം ചാലഞ്ചസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മൾ പറയുമ്പോൾ ഈ പകുതിക്ക് വെച്ചൊക്കെ ആയിരിക്കും കളി തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഹാഫ് ടൈം വെച്ചാണെങ്കിൽ ഗ്രൗണ്ടിൽ നടുക്കും തുടങ്ങും. നമുക്കാണെങ്കിൽ ചിലപ്പോൾ പോയിൻ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ അവർക്കായിരിക്കും പോയിൻ്റ് കൂടുതൽ. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇപ്പോൾ അവരാണ് ഇച്ചിരി നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ അടുത്തോട്ടൊക്കെ വരുന്നത്. നമുക്ക് മാക്സിമം എന്തായാലും ജയിക്കാൻ നോക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ക്യാം വരുന്ന ബെല്ലിംഗാമാണ്. പിന്നെ RB വരുന്നത് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നു, എനിക്കൊന്ന് ഷെൽവിയാന്ന് തോന്നുന്നു. അല്ല, RB വേറെ ആരാ, CM ആണെന്ന് തോന്നുന്നു ഷെൽവി. എന്തായാലും ഞാൻ പിന്നെ ഒരു ദിവസം എൻ്റെ ടീമിനെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അത്യാവശ്യം കളിച്ചു വരുന്നതേ ഉള്ളൂ ഈ ഫിഫയൊക്കെ. എന്തെങ്കിലും മിസ്റ്റേക്കും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മാക്സിമം നന്നായിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ഗോളെങ്കിലും കിട്ടി ജയിക്കുകയാണെങ്കിൽ നമുക്ക് 20 ലെജൻഡ് പോയിൻ്റ് കിട്ടുന്നതാണ്. യെസ് ഗൈസ്, നമ്മുടെ ബെല്ലിംഗാം ഗോൾ അടിച്ചിരിക്കുന്നു. ഇതേ കൂട്ട് ലീഡ് ചെയ്ത് നിന്നാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ കളി ജയിക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് എന്തോ സംഭവിക്കാൻ അറിയത്തില്ല, നോക്കാം. എതിർ ടീമായിട്ട് വന്നേക്കുന്ന ടീം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഗൈസ്. നമുക്ക് നോക്കാം. എൻ്റെ ടീമിൽ ഇപ്പോൾ 5 ഹാൾ ഓഫ് ലൈൻസിലെ പ്ലെയേഴ്സാണുള്ളത്. പിന്നെ വരുന്നത് യൂറോപ്പയുടെ ഒക്കെ ഒരു ഡിഫൻഡറും പിന്നെ GKയും ഒക്കെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കളിക്കുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഫോണിലാണ്. അവർക്ക് ഫ്രീ കിക്ക് കിട്ടി ഗൈസ്. നോക്കാം ഇപ്പം എന്ത് സംഭവിക്കുമെന്ന്. അവർ ഗോളടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റും. ഇത് വേൾഡ് ക്ലാസ് ഡിഫിക്കൽട്ടി എങ്ങാണ്ടമാണ്. എൻ്റെ ടീമിൽ കവാനിക്ക് യെല്ലോ കാർഡ് കിട്ടി. എന്തായാലും കവാനി ലെഫ്റ്റായാൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും. നോക്കാം നമുക്ക്. ഞാൻ ഗോളിയെ അറിയാം, ഒന്ന് കളിക്കാൻ ഇറക്കി. ചുമ്മാ രസത്തിന് ഇറങ്ങുന്നതാണ്. പക്ഷെ അത് അവരുടെ കിട്ടിയാൽ ചിലപ്പോൾ ഗോളാവും. അവർക്ക് അടുത്ത ഫ്രീ കിക്ക് കിട്ടി ഗൈസ്.
പക്ഷെ എന്തായാലും മഞ്ഞക്കാടൊന്നും കിട്ടിയില്ല, ഭാഗ്യം. ഓശേ, ആ ബോൾ കയ്യിൽ നിന്ന് പോയി. സ്ലൈഡ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയില്ല. ഗറാഡിൻ്റെ കിട്ടി ഗൈസ്. ഓ, അത് ഇച്ചിരി പാടാ ഗൈസ് അടിക്കാൻ. നമുക്ക് എന്തായാലും നോക്കാം. അയ്യോ, പോയി ഗൈസ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. മാക്സിമം ഷെയറും ചെയ്യണം. ഇപ്പം ഈ കളി ഉടനെ തന്നെ തീരും. നമുക്ക് എന്തായാലും നോക്കാം. അവർ ഗോൾ അടിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തായാലും അടിക്കത്തില്ല ഗൈസ്, ഇപ്പോൾ കളി തീരും. കാരണം ഇനി എക്സ്ട്രാ ടൈം ആയത്. ഓക്കെ ഗൈസ്, കളി കഴിഞ്ഞ് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഭാഗ്യത്തിനാണ് ഒരു ഗോളിന് നമ്മൾ ജയിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 20 ലെജൻഡ് പോയിൻ്റ് കിട്ടുന്നതാണ്. എന്തായാലും നോക്കാം, എന്താണെന്നറിയത്തില്ലല്ലോ. പിന്നെ എല്ലാവരും ഹാൾ ഓഫ് ലെജൻഡ്സ്, ഐക്കൺ ക്രോണിക്കിൾസും ഒക്കെ കളിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്ലെയേഴ്സിനെയും കിട്ടും. നമ്മുടെ ടീമിൻ്റെ നല്ല രീതിക്ക് ഒരു പവർഫുൾ ടീമും ആക്കാം. ഇപ്പോൾ അടുത്ത ഡെയിലി ക്വസ്റ്റ് കിട്ടി ഹാൾ ഓഫ് ലെജൻഡ്സിൽ ഒരു മാച്ച് കളിക്കുന്നതിന്. എസ് ഗൈസ്, ഞാൻ അങ്ങനെ ലെവൽ 20 റീച്ച് ആയി കഴിഞ്ഞു. അതിൻ്റെ ഐറ്റം പാക്ക് കിട്ടുന്നുണ്ട്. 200 ജെംസാണ് കിട്ടിയത്. ഇപ്പം അടുത്ത ലെജൻഡ് പോയിൻറ്റ്സ് കിട്ടി. ചാപ്റ്ററിൻ്റെ അകത്ത് ഒരു ഇത് കഴിഞ്ഞതിന് ഒരു മാച്ച്. നമുക്ക് ഐക്കൺ കളക്ഷനിൽ പോയി നോക്കാം. അവിടെ ഇപ്പോൾ ഞാൻ ടീം ബി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 20 ഐക്കൺ ടോക്കൺസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഇനി ഇവൻ നമ്മുടെ ടീമിൽ ഉള്ളവനായതുകൊണ്ട് നമുക്ക് ഈ ഷഫിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് കളക്ട് ചെയ്ത് അങ്ങ് പോവാം. ഡെയിലി ക്വസ്റ്റൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ ക്ലെയിം ചെയ്യണം. ഇങ്ങനെ ഇതൊക്കെ ഹാൾ ഓഫ് ലെജൻഡ്സിൻ്റെ ടോക്കൺസ് എന്നല്ല, കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടി നമുക്ക് കുറേ റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതാണ്. അങ്ങനെ ഒരു റിവാർഡ് കിട്ടിയാണ് എനിക്ക് ബെസ്റ്റിനെ കിട്ടിയത്. നല്ലൊരു പ്ലെയറാണ്. ഇപ്പം നമുക്ക് ഇത്ര പ്ലെയേഴ്സിനെ കിട്ടി. ഇതതിൻ്റെ ഇടയ്ക്കായിട്ട് തരുന്ന സബ്ബായിട്ടുള്ള സാധനം മാത്രമാണ് ഇതൊക്കെ. അത് നമുക്ക് പ്ലെയറിനെ കിട്ടുന്നതല്ല, അവരുടെ ടോക്കൺസാണ് കിട്ടുന്നത്. ഇപ്പം നോക്കുമ്പോൾ 2 പ്ലെയേഴ്സിനെ നമുക്ക് ടീം ബിക്കകത്ത് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 18 ഇതാണ് ഞാൻ പറഞ്ഞ റിവാർഡ്സ്. ഇത് ടീം എ കഴിയുമ്പോഴാണ് എനിക്കത് കിട്ടിയത്. പക്ഷെ ഇപ്പം അത് പറ്റത്തില്ല. അവർ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ചുമ്മാ ട്രൈ ചെയ്യണമല്ലോ, നല്ല പ്ലെയേഴ്സിനെ വല്ലതും കിട്ടിയാലും. അതിൻ്റെ മണ്ടത്തരമാണ് ഞാൻ പിന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിത് വായിച്ച് നോക്കിയതാണ്, ഇത്രയും ലേറ്റായത്. ഇനി നമുക്ക് തൽക്കാലം ഹോമിലോട്ട് പോവാം. പിന്നെ എൻ്റെ 95 ഓവറിൻ്റെ ക്ലബ്ബാണ്. സ്റ്റോറി പോവാം. സ്റ്റോറി പോയിട്ട് റെക്കമെൻഡിൻ്റെ അവിടെ പോയിട്ട് ടോപ്പ് ഇവൻറ്റ്സിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഏറ്റവും അടിയിൽ പോയാൽ നമുക്കൊരു ഫ്രീ പാക്ക് എന്നും കിട്ടുമേ. ആ ഫ്രീ പാക്ക് എടുത്താൽ നമുക്ക് ഇത്ര ഓവറിനുള്ള ഒരു ചെറിയ ടൈപ്പ് പ്ലെയറിനെ മാത്രം കിട്ടും. അത് വെച്ച് വേണം നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്യാം. പിന്നെന്ന് പറയുമ്പോൾ പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, അത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് നമ്മുടെ ഇൻബോക്സിൽ വന്നാൽ കിടക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ നടത്തുകയാണ്. ബായ്.